ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നല്ല നാടൻ ചക്കരിശ്ശേരി ഉണ്ടാക്കാൻ നോക്കിയാലോ നമുക്ക്. അപ്പോൾ നാട്ടിൽ പോയ സമയത്ത് അമ്മ ഉണ്ടാക്കി തന്ന റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ 4 മണിക്ക് ചായൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നല്ല ചക്കരിശ്ശേരി എന്ന് പറയുന്നത്. അപ്പം ചക്ക ഇതേപോലെ തന്നെ നമ്മൾ പൊളിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ തന്നെ എന്താ പറയുക, ചക്കക്കുരും അതേപോലെ തന്നെ ചോളയും ഇതിൻ്റെത് വെവ്വേറെ ആക്കിയിട്ട് അമ്മ വേവിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ അമ്മനോട് പറഞ്ഞപ്പോൾ അമ്മ എന്നാൽ നമുക്ക് 4 മണിക്ക്, അച്ഛൻ ചക്ക പൊട്ടിച്ചു, നമ്മൾ 4 മണിക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കി. അപ്പോൾ അത് കുക്കറിൽ രണ്ടും കൂടെ കഴുകിയിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേവിക്കാൻ വെച്ച സമയത്ത് നമ്മൾ ഇതിൽ ആവശ്യത്തിന് കല്ലുപ്പ് ചേർക്കണം, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം. അതിന് ശേഷം നമ്മൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പം അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പം നമുക്ക് ഈ സമയം കൊണ്ട് അരപ്പ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അരപ്പിൽ നാളികേരത്തിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, അതേപോലെ ചെറിയ ജീരകം ഇതൊക്കെ ചേർത്തിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുത്തിട്ട് ഈ അരപ്പ് നമ്മൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. അപ്പോൾ ഈ വെന്ത് വന്നതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ അമ്മേൻ്റെ റെസിപ്പിയൊക്കെ അമ്മ ഇതേപോലെ തന്നെ നല്ല പല പല ടേസ്റ്റുള്ള ഓരോ റെസിപ്പീസ് ഉണ്ടാക്കും കേട്ടോ. പക്ഷേ അമ്മേൻ്റെ കൈപ്പുണ്യൊന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പം അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ അരച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഒന്നും കൂടി നാവണം. അപ്പോൾ അതവിടെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് ഇതിൽ വേണ്ടിയുള്ള കടുക് നമുക്ക് പൊട്ടിച്ച് വറുക്കാം. അപ്പോൾ കടുക് ഇതേപോലെ തന്നെ അതിലേക്ക് വറ്റൽമുളക് ചേർത്തു, പിന്നെ കുറച്ച് നാളികേരം കൂടെ ഇതിലേക്ക് ചേർക്കണം കേട്ടോ, നമ്മൾ വറുത്ത് ഇടുമ്പോഴായിട്ട്. പിന്നെ അതൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഈ നാളികേരം ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം അങ്ങനെ കുറച്ചായിട്ട് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലോണം ആവുമ്പോൾ കുറച്ചൊന്നാവുമ്പോൾ നമ്മൾ കറിവേപ്പില ഇടണം. എന്നിട്ട് നല്ലോണം ഇതേപോലെ തന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ ആ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇത് നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നേരെ ചേർക്കുക. അതിന് ശേഷം നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ നല്ലൊരു ചട്ടിയിൽ നമ്മൾ സെർവ് ചെയ്യാം. അതിന് ശേഷം നല്ലൊരു പാൽ ചായയൊക്കെ കുടിച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. അപ്പോൾ ഓക്കെ.